യമനിലെ തന്ത്രപ്രധാന എയർപോർട്ടായ സന ഇന്റർനാഷണൽ എയർപോർട്ടിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും വിമാനത്തിൽ തീപിടിച്ച വിവരം പുറത്തു വന്നു. ശക്തമായിരിക്കുന്ന തിരിച്ചടി പ്രതീക്ഷിക്കണമെന്ന് യമൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവത്തോടനുബന്ധിച്ചുകൊണ്ട് വലിയ ആക്രമണ രീതികൾ തന്നെ, അതായത് ബെൻഗൂരിയൻ എയർപോർട്ട് ഈ യമൻ ആക്രമിച്ചതിന് തിരിച്ചടി നൽകും എന്നുള്ള ഒരു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ യഥാർത്ഥത്തിൽ യമൻ എയർപോർട്ടിനെ ആക്രമിക്കുന്നത്. അത് ആക്രമിച്ചതോടുകൂടിയാണ് ഈ തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ വീഡിയോ ചിത്രങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ യമൻ തന്നെ പുറത്തു വിട്ടിരിക്കുന്നു. ശക്തമായിരിക്കുന്ന തിരിച്ചടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാന കാര്യങ്ങൾ തങ്ങൾ ഒരുക്കുകയാണ്. നിങ്ങൾ ഒരുങ്ങി നിൽക്കണം എന്നാണ് ഇസ്രായേലിനോട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രകോപിപ്പിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം കടൽ വഴിയുള്ള ഇസ്രായേലിൻ്റെ കപ്പലുകളെ യമൻ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെയുള്ള കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും ഇസ്രായേലിന് ഇപ്പോൾ ചെങ്കടൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടവും രാജ്യത്തിൻ്റെ കറൻസിക്ക് വലിയ രീതിയിലുള്ള മൂല്യ ഇടിവും സംഭവിച്ചിരിക്കുന്നു. ഇതിനുള്ള പ്രത്യാക്രമണമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തുന്നത്. എന്നാൽ ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണമൊക്കെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് ശക്തിയുണ്ടെന്നും തിരിച്ചടി പ്രതീക്ഷിക്കണമെന്നുമാണ് യമൻ പറഞ്ഞിരിക്കുന്നത്.